ചെറിയൊരു കൊതുകിന്റെ കടി സഹിക്കാൻ കഴിയാത്ത ദുർബല ശരീരമല്ലേ നമ്മുടെ ശരീരം. ഒരു ഈച്ചയുടെ കടി സഹിക്കാൻ കഴിയാത്ത ശരീരമല്ലേ നമ്മുടെ ശരീരം. ഹക്കാടുന്ന ഖബറിന്റെ രണ്ട് ഭിത്തികൾ അങ്ങനെ അങ്ങ് വന്ന് ഇടുക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പരിഹാരം കണ്ടത്? ദിക്ർ തന്നെ പരിഹാരം. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. നീണ്ട നേരം തസ്ബീഹ് അങ്ങ് ചൊല്ലിയപ്പോ അതേ ഖബർ പിടുത്തം വിട്ടുപോയി. സഅദ് തങ്ങൾക്ക് ആശ്വാസം കിട്ടിയപ്പോ സന്തോഷം കൊണ്ട് അല്ലാഹു തആലാനെ വാഴ്ത്തിയിട്ട് പറഞ്ഞു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അതുകൊണ്ട് ഖബർ മൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊടിയും തട്ടി പോകരുത്. കുറച്ചു നേരം അവിടെ നിന്നിട്ട് ഖബറാളിക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലണം, ഖബറാളിക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലണം. സാധാരണ നമ്മൾ ചൊല്ലുന്നതിൽ ഇസ്തിഗ്ഫാറും ഉണ്ട്. അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ്. പടച്ച റബ്ബേ, ചോദ്യത്തിന്റെ നേരത്ത് നല്ല സ്ഥൈര്യം കൊടുക്കണേ അല്ലാഹ്. ചോദിക്കുന്ന നേരത്ത് നല്ല സ്ഥിരത കിട്ടിയാൽ സഹോദരങ്ങളെ, അത് വലിയൊരു വിജയത്തിന്റെ മാർഗം കൂടിയാണ്. ചോദിക്കുന്ന നേരത്ത് നല്ല സ്ഥിരത കിട്ടാന്